ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു തആല രണ്ട് വിഭാഗം കൂട്ടുകാരെ, രണ്ട് വിഭാഗം സൗഹൃദത്തെ പരിചയപ്പെടുത്തുകയാണ്. നന്മയുടെ കൂട്ടുകാരും നന്മയുടെ സഹോദരിമാരും എന്നെ കേൾക്കുമ്പോൾ നല്ല സൗഹൃദമെന്ന വിഷയം പറയുമ്പോ സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം മാത്രമാണോ, നോമ്പ് മാത്രമാണോ, ഹജ്ജ് മാത്രമാണോ, ഉംറ മാത്രമാണോ, സക്കാത്ത് മാത്രമാണോ? അല്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് നിന്റെ സൗഹൃദം എന്നതിനെ പരിചയപ്പെടുത്തുന്നത്? ഈ ഒരായത്തിലൂടെ രണ്ട് വിഭാഗ സൗഹൃദത്തെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ല പറഞ്ഞത് എന്താണ്? അൽ അഖില്ലാവോ, കൂട്ടുകാര്. യൗമൈദിന്, ഇന്നേ ദിവസം. എവിടത്തെ ഏത് കാര്യമാ പറയുന്നത്? നാളെ പരലോകത്ത് നാം നേരിടാൻ പോകുന്ന പരലോകത്തിന്റെ ഭീകരമായ ആ മഹിശറ എന്ന വനസഭയുടെ നൃത്തത്തെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ദുനിയാവിലെ നമ്മുടെ സൗഹൃദം മോശമായി പോയാൽ ആ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ല പറയുകയാണ്, ചില കൂട്ടുകാരും മറ്റ് ചില കൂട്ടുകാർക്ക് ശത്രുക്കളായി മാറുന്നതാണ്. അല്ലാഹു തആല അവന്റെ കലാമിലൂടെ പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ടതില്ല. ചില കൂട്ടുകാരും മറ്റ് ചില കൂട്ടുകാർക്ക് ശത്രുക്കളാണ് പരലോകത്ത് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് അല്ലാഹു ഒഴിവാക്കിയൊരു വിഭാഗമുണ്ട്. ആരാ? ഇല്ലൽ മുത്തഖീൻ. നന്മയുടെ കൂട്ടുകാരൊഴിച്ച്, നന്മയുടെ സഹോദരിമാരൊഴിച്ച്, അഥവാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആ സൗഹൃദത്തിന്, നല്ല സൗഹൃദത്തിന് പരലോകത്ത് ശത്രുതയുണ്ടാകുകയില്ല. അവര് പരസ്പരം ആനന്ദത്തോടെ സന്തോഷത്തോടെ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, നമുക്കൊന്ന് വിശദീകരിച്ചാലോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായി അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ സാഗരമാണ്, ഇൽമിന്റെ പട്ടണമാണ്, ഇൽമിന്റെ പ്രവിശാലമായ പൂന്തോപ്പാണ്, അതിലേക്ക് കടന്നു വരാനുള്ള പ്രവേശന കവാടമാണ് എന്റെ അലി എന്ന് വിശേഷിപ്പിച്ച അലി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനാണ്, നാലാമത്തെ ഖലീഫയാ അലിയാർ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കോടതിയിൽ പരസ്പരം സുഹൃത്തുക്കളെ ശത്രുക്കളാകുമെന്ന് പറയുമ്പോൾ അതിൽ ഒരു വിഭാഗം മുത്തഖീങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്ന രണ്ട് വിഭാഗത്തെയും അല്ല പരിചയപ്പെടുത്തുകയാ. ആ സമയത്ത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി തങ്ങൾ പറയുകയാണ്, മുഅ്മിനീങ്ങളായ രണ്ട് കൂട്ടുകാരിൽ ഒരാൾ മരണപ്പെട്ടെന്നിരിക്കട്ടെ, ഇവിടെ ഞാനും നിങ്ങളെ ജീവന തുല്യ സ്നേഹിക്കുന്ന സുഹൃത്ത്, നല്ല ഹൃദയമെന്ന് അർത്ഥമുള്ള സുഹൃത്തുണ്ടല്ലോ, അള്ളാഹു നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന് നമ്മളെ തെരഞ്ഞെടുത്ത, നമ്മുടെ ജീവന തുല്യ സ്നേഹിക്കുന്ന, എല്ലാ സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിൽക്കുന്ന, സുഖദുഃഖങ്ങളിലെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടുകാരന്, ആ കൂട്ടുകാരൻ മുഅ്മിനാണോ, മുത്തഖിയാണോ, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവനാണോ? ആ ഒരു സൂക്ഷ്മതയോടെ ജീവിക്കുന്ന രണ്ട് കൂട്ടുകാരിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടെന്നിരിക്കട്ടെ, അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകന് പറയുകയാണ്, അലിയാർ തങ്ങൾ പറയുകയാണ്, ആ മുഅ്മിനായ മനുഷ്യന് മരണപ്പെട്ട അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് പറയുമെന്ന്, യാ റബ്ബി, അല്ലാഹുവേ, പടച്ചവനെ, ഇന്ന ഫുലാനന കാന യഅമുറുനി ബിതഅതിക വബിതഅതി റസൂലിക. അല്ലാഹുവേ, എന്റെ കൂട്ടുകാരൻ ഭൗതിക ലോകത്ത് വെച്ച് നിന്നെ അനുസരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചവനാ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് എന്നോട് പ്രസംഗിച്ചവനാണ്, എന്നെ കൽപ്പിച്ചവനാ, എന്നെ എല്ലാ അർത്ഥത്തിലും നിന്നെ വഴിപ്പെടുന്നതിന് വേണ്ടി എന്നോട് കൽപ്പിച്ചവനാണ് എന്റെ കൂട്ടുകാരന്. ആ കൂട്ടുകാരനെ പിരിഞ്ഞാണ് പടച്ചവനെ ഞാൻ ഈ ആഖിറത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്റെ സുഹൃത്ത്, എന്റെ നല്ല കൂട്ടുകാരൻ ഇന്ന് ദുനിയാവിലല്ലേ പടച്ചവനെ? അവൻ എന്നോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചവനാണ്, അതുപോലെ നിന്നെ വഴിപ്പെടാൻ എന്നോട് പറഞ്ഞവനാണ്. വബിതഅതി റസൂലിക, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ പ്രവാചകന്റെ സുന്നത്തുകൾ എന്നോട് പറഞ്ഞു തന്നവനാണ്, സലാത്ത് ചെല്ലാൻ എന്നെ പ്രേരിപ്പിച്ചവനാ. മുത്തുനബിയുടെ സുന്നത്ത് എന്തൊക്കെയാണോ, ചര്യ എന്തൊക്കെയാണോ, അവിടത്തെ രീതി എന്തൊക്കെയാണോ, അതെല്ലാം ജീവിതത്തിൽ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു തന്ന എന്റെ കൂട്ടുകാരനാണ്. വയഅമുറുനി ബിൽ ഖൈരി, എന്തെല്ലാം നന്മകൾ ഭൂമി ലോകത്ത് നീ നിയമമാക്കിയിട്ടുണ്ടോ,
എന്തെല്ലാം നന്മകളുണ്ടോ, നീ എന്തെല്ലാം ഖൈറായ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ, അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എന്റെ കൂട്ടുകാരനാണ് തമ്പുരാനെ. വയൻഹാനി അനിശരി, എല്ലാ മോശതരത്തിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തിയത് എന്റെ കൂട്ടുകാരനാ. എന്റെ കൂടെയുള്ളവര് കള്ളു കുടിക്കുമ്പോ, എന്റെ കൂടെയുള്ളവര് കഞ്ചാവിനടിമപ്പെടുമ്പോ, എന്റെ കൂടെയുള്ളവര് സിനിമയ്ക്ക് പോകുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു നിർത്തിയവൻ എന്റെ കൂട്ടുകാരനാണ് റബ്ബേ, എന്റെ നല്ല സുഹൃത്താണ് റബ്ബേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് റബ്ബേ. മാത്രമല്ല വയുഖയ്യിറുനീ അന്നീ മുലാഖീക, പടച്ചവനെ ഇന്ന് ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ നൃത്തമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചതും എന്റെ കൂട്ടുകാരനാ. ഇന്ന് നിന്നെ ഞാൻ കണ്ടുമുട്ടുമെന്ന് എന്നോട് പ്രസംഗിച്ചത് എന്റെ കൂട്ടുകാരനാണ്. ഈ നൃത്തത്തെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ചത് എന്റെ കൂട്ടുകാരനാണ്. യാ റബ്ബി, അതുകൊണ്ട് പടച്ചവനെ ഫലാ തുളില്ലഹു ബഅദീ, ഞങ്ങൾ പരസ്പരം നന്മയുടെ കൂട്ടുകാരായിരുന്നു, ഞങ്ങൾ പരസ്പരം നന്മയുടെ സഹോദരിമാരായിരുന്നു. അതുകൊണ്ട് പടച്ചവനെ ഫലാ തുളില്ലഹു ബഅദീ, എന്റെ മരണത്തിന് ശേഷം എന്റെ കൂട്ടുകാരിയെ നീ നശിപ്പിക്കല്ലേ അല്ലാ, എന്റെ കൂട്ടുകാരനെ നീ നശിപ്പിക്കല്ലേ റബ്ബേ, അവനെ വഴിപഴപ്പിക്കല്ലേ അല്ലാ, അവന് കള്ളു കുടിക്കുന്നവനാകല്ലേ റബ്ബേ, കഞ്ചാവിനടിമപ്പെട്ടു പോകല്ലേ അല്ലാ, ഭൗതികമായ ആസക്തിയിൽ മുങ്ങിപ്പോകുന്നവനാകല്ല റബ്ബേ. എന്റെ മരണശേഷം ഞാൻ ഇല്ലാത്തതിന്റെ പേരിൽ എന്നോടെല്ലാം നന്മകളെ പറ്റി പറഞ്ഞു തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ നല്ല ചങ്ക്, എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരി, അവളെ പഴപ്പിക്കല്ലേ, അവളെ പഴച്ചു പോകല്ലേ അല്ലാ. വഹ്ദിഹി കമാ ഹദൈതനി, എന്നെ ഹിദായത്തിലാക്കി നേരായ മാർഗത്തിൽ സഞ്ചരിപ്പിച്ചതുപോലെ അവളെ സഞ്ചരിപ്പിക്കണേ അല്ലാ, അവനെ സഞ്ചരിപ്പിക്കണേ തമ്പുരാനെ. വഅക്രിംഹു കമാ അക്രംതനി, എന്നെ ബഹുമാനിച്ചതുപോലെ, മാലാകമാരെ കൊണ്ട് എന്നെ ആദരിച്ചതുപോലെ, ഇന്ന് എനിക്ക് എല്ലാ ബഹുമാനവും തന്നതുപോലെ അവനെയും നീ ബഹുമാനിക്കണേ അല്ലാ. എന്റെ റൂഹ് പിടിച്ചതുപോലെ അവന്റെ റൂഹിനെയും മാന്യമായി പിടിക്കാൻ മലായിക്കത്തുകളോട് കൽപ്പിക്കണേ അല്ലാ. എന്റെ ഖബറിന്റെ നല്ല അവസ്ഥ പോലെ എന്റെ കൂട്ടുകാരനും നല്ല അവസ്ഥ കൊടുക്കണേ റബ്ബേ. എന്റെ ഖബറിന്റെയും എന്റെ അദാബിലെ മാറ്റിത്തന്ന എന്റെ അല്ലാ, എന്നെ എന്തെല്ലാം നിലയിൽ നീ ബഹുമാനിച്ചിട്ടുണ്ടോ അതുപോലെ നീ എന്റെ കൂട്ടുകാരനെയും എന്റെ നന്മയുടെ കൂട്ടുകാരെയും ബഹുമാനിക്കണേ അല്ലാ. ഇതിങ്ങനെ പറയുന്നതാരെന്നറിയോ? രണ്ട് മോമിനീങ്ങളായ മോമിനാത്തുകളായ ഏറ്റവും നല്ല ചങ്ങാതിമാരായ നന്മയുടെ കൂട്ടുകാരാ, നന്മയുടെ സഹോദരിമാരെ, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഈ നേരത്തെ മരണപ്പെട്ടു പോയ ആളിന്റെ ദുആയാണ്. സഹോദരിമാരെ ചിന്തിക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന്റെ പുഞ്ചമ്പകപ്പോ ചുണ്ടിൽ നിന്ന് അറിവുകൾ ശേഖരിച്ച് പുറക്കിയെടുത്തിട്ട് ലോകത്തിന്റെ മുമ്പിൽ വിജ്ഞാനത്തിന്റെ വിഹായസ് തുറന്നു കൊടുത്ത അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫൈദാ മാത ഖലീലുഹു, ഈ കൂട്ടുകാരൻ കൂടി മരിച്ചുപോയാൽ, ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്തത് ആ കൂട്ടുകാരൻ കൂടി മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ആ കൂട്ടുകാരി മരിച്ചുപോയാൽ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ അലി തങ്ങൾ പറയുകയാണ്, ജമഅ ബൈനഹുമാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടുന്നതാ, രണ്ടുപേരെയും സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നതാ. ഇതാണ് നന്മയുടെ കൂട്ടുകാര്, ഇതാണ് നന്മയുടെ സഹോദരിമാര്, ഇതാണ് നല്ല സൗഹൃദം, ഇതാണ് ഏറ്റവും നല്ല ചങ്ങാത്തമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു ചങ്ങാതമായി, അങ്ങനെ ഒരു സൗഹൃദമായി, അങ്ങനെ നന്മയുടെ കൂട്ടുകാരായി, അങ്ങനെ നന്മയുടെ സഹോദരിമാരായി നമുക്ക് മാറാൻ കഴിയണം. അങ്ങനത്തെ നല്ല സുഹൃത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ പിഴച്ചു പോകുന്ന ഒരു സമൂഹമായി മാറാൻ പാടില്ല. അതുകൊണ്ട് നമ്മളോട് നന്മകളെ പറ്റി പറയുന്ന, നമ്മളോട് അല്ലാഹുവിനെ പറ്റി പറയുന്ന, നമ്മളോട് ഹബീബിനെ പറ്റി പറയുന്ന, സ്വലാത്ത് ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മഹത്വങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു നല്ല സൗഹൃദത്തെ, ഒരു നല്ല കൂട്ടുകാരെ നമ്മൾ ഭൂമിയിൽ വെച്ച് തിരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നാളെ ആഖിറത്തിൽ അൽഖില്ലാഉ യൗമഇദിൻ ബഅലുഹും ലിബഅലിൻ അദൂ, പരസ്പര ശത്രുക്കളാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ.
അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നിലയിൽ രണ്ട് കൂട്ടുകാര്, ഈമാനുള്ള രണ്ട് മുഅ്മിനീങ്ങൾ, രണ്ട് മുഅ്മിനാത്തുകൾ, നല്ല മുഅ്മിനീങ്ങൾ രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനെ പറ്റി പറയുന്നു, റസൂലിനെ പറ്റി പറയുന്നു, നന്മകളെ പറ്റി പറയുന്നു. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു നന്മ, ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു നന്മ എനിക്ക് അവസരം കിട്ടിയാൽ, ഞാൻ എൻ്റെ നല്ല സുഹൃത്താണെങ്കിൽ അവനോട് പറയും, 5 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നീ മനസ്സ് കാണിക്കണമെന്ന് പറയുന്നു. 500 രൂപയാണ്. ആ 500 രൂപ അവനെ കൂടിക്കൊണ്ട് ആ 500 രൂപ കൂടി അവന്റെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിയിട്ട് 10 പേർക്ക് ഉച്ചക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നന്മകൾ കൽപ്പിക്കുന്ന കൂട്ടുകാര്. ഒരു വിവാഹം നടക്കുന്നു എന്നറിയുമ്പോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ വിവാഹത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സുഹൃത്ത്, അവന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കൂടി അതിൽ പങ്കാളിയാക്കിയിട്ട് ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലുള്ള ചങ്ങാത്തം, ഇതല്ലേ വേണ്ടത്? അല്ലാതെ കള്ളു കുടിക്കാൻ, അളിയാ നീ എവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്നാ നമുക്ക് ഒന്ന് വീശിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവനെ കൂടി കൊണ്ടുപോയി ചിയേഴ്സ് വിളിപ്പിക്കുന്ന സ്നേഹമല്ലല്ലോ, അങ്ങനത്തെ സൗഹൃദമല്ലല്ലോ വേണ്ടത്. മറിച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ സാലിഹായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഏറ്റവും ഉദാത്തമായ ഏറ്റവും നല്ല സൗഹൃദമാണ് നന്മയുടെ കൂട്ടുകാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നന്മയുടെ സഹോദരിമാരെന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ടോ? നല്ല ഒരു സാലിഹായ മനുഷ്യനൊരു കൂട്ടുകാരനുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുണ്ട്. എവിടെ വഴലിനും ഒരുമിച്ച് പോകും, എവിടെ പ്രസംഗത്തിനും ഒരുമിച്ച് പോകും, ഏത് നന്മയുണ്ടെങ്കിലും ഒരുമിച്ച് ചെയ്യും, എവിടെ ഒരു സ്വലാത്തുണ്ടെങ്കിലും അത് ചെല്ലാൻ മനസ്സ് കാണിക്കും, എവിടെ പാവങ്ങളെ സഹായിക്കുന്നതിന് മുമ്പന്തിയിലാണ്. അതിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ഈ മരിച്ചുപോയ മയ്യത്ത് അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചവനെ, എന്നെ എല്ലാ നിലയിലും സഹായിച്ച, എന്റെ നന്മകളിൽ എന്നെ സഹായിച്ച, നിന്നെപ്പറ്റിയും റസൂലിനെ പറ്റിയും എന്നോട് പറഞ്ഞു തന്ന ആ കൂട്ടുകാരി ദുനിയാവിലുണ്ട്, വന്നിട്ടില്ല. എന്നെ നീ ബഹുമാനിച്ചല്ലോ, മരണത്തിൽ നല്ല മലക്കിനെ അയച്ചിട്ട്. എനിക്ക് മലക്ക് വേദനയില്ലാത്ത റൂഹ്, വേദനയില്ലാത്ത നിലയിൽ എനിക്ക് റൂഹ് പിടിച്ചു. ഖബറിൽ എനിക്ക് നല്ല ഭക്ഷണം കിട്ടി, ഖബറിൽ എന്നെ ബഹുമാനിച്ചു നീ. അതുപോലെ നീ അവളെയും അല്ലെങ്കിൽ അവനെയും ബഹുമാനിക്കണമെന്ന് പറയുന്ന ഒരു നല്ല കൂട്ടുകാരനെ നമുക്ക് നേരത്തെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ കഴിയണം. അതിനാണ് നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്കറിയോ, സ്ഥിരമായി എത്ര ആളുകളാണ് എനിക്കറിയാം, നമ്മൾ ഈ വഅളിന്റെ മേഖലയിൽ, പ്രഭാഷണ മേഖലയിലൊക്കെ വിവിധ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്ഥിരമായി വഅള് കേൾക്കാൻ വരുന്ന ചില ചെറുപ്പക്കാരുണ്ട്. 2 പേര് ഒരുമിച്ച് വരുന്ന ആ ഒരു സൗഹൃദത്തിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, മറ്റേ ആളെ കണ്ടില്ലല്ലോ എന്ന്. സ്ഥിരമായി വരുന്ന ആളുകളിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, മറ്റേ ആളെവിടെ? അപ്പൊ അദ്ദേഹത്തിന് സുഖമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നൊരു തിരക്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ദുനിയാവിൽ വെച്ച് നമുക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾക്കറിയോ, ഒരാൾ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ആഖിറത്തിൽ എത്തിയ ഒരു സംഘം ആളുകൾ, അവരെ നോക്കുമ്പോൾ അവരുടെ കൂടെ ദുനിയാവിലെ നന്മകളിൽ ഒരുമിച്ച് നിന്ന ഒരാളെ കാണാനില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്ഥിരമായി വഅള് കേൾക്കാൻ വരുന്നയാള് എവിടെ ഉണ്ടെങ്കിലും, ഹജ്ജിന് പോയാലും ഒരുമിച്ച്, ജുമഅയ്ക്ക് പോയാലും ഒരുമിച്ച്, മയ്യത്ത് സംസ്കരണത്തിന് പോയാലും ഒരുമിച്ച്, വഅള് കേൾക്കാൻ പോയാലും ഒരുമിച്ച്, മജ്ലിസുൻ നൂറിലും ഒരുമിച്ച്, ദിക്ർ ചൊല്ലാനും ഒരുമിച്ച്, ഏത് നന്മയുടെ വിഷയത്തിലും അവർ ചങ്ങാതിമാരാണ്, അല്ലെങ്കിൽ അവർ കൂട്ടുകാരാണ്. ഇവരിൽ ഒരാളെ ബാക്കിയുള്ള ആളുകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കാണുന്നില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ കാണാതെ വന്നപ്പോ ഇവർ ചോദിച്ചു, എത്രേ, യാ റബ്ബി ലനാ ഇഖ്വാനുന കാനൂ യുസല്ലൂന മഅനാ
വയസുമൂന മഅനാ ലം നറഹും. പടച്ചവനെ, ഞങ്ങളോടൊപ്പം നോമ്പ് പിടിച്ച, ഞങ്ങളോടൊപ്പം നമസ്കരിച്ച, ഞങ്ങളോടൊപ്പം സലാത്ത് ചൊല്ലിയ, ഞങ്ങളോടൊപ്പം നമസ്കരിച്ച, ഞങ്ങളോടൊപ്പം വഅള് കേൾക്കാൻ വേണ്ടി വന്ന, ഏത് വിഷയത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇന്നയാളെ ഞങ്ങൾ കാണുന്നില്ലല്ലോ തമ്പുരാനെ. അയാൾ എവിടെയാണ്? സ്വർഗത്തിൽ ഞങ്ങൾ നോക്കിയിട്ട് അയാളെ കാണുന്നില്ലല്ലോ തമ്പുരാനെ. ആ സമയത്ത് പടച്ചവന്റെ മറുപടി വരികയാണ്. ഫയഖൂലുല്ലാഹു ജല്ല ജലാലു, അല്ലാഹു പറയുമത്രേ, ഇദ്ഹബൂ ലിന്നാ, നിങ്ങൾ നരകത്തിലേക്ക് പോയി നോക്കുക. ആ നരകത്തിൽ നിങ്ങൾക്ക് അയാളെ കാണാൻ കഴിയോ? അയാൾ ജീവിതത്തിൽ എന്തോ ഒരു തിന്മ ചെയ്തിട്ട് അയാൾ നരകത്തിലാണ്. നമസ്കാരത്തിൽ നിങ്ങളോടൊപ്പം സഫ് കെട്ടാനുണ്ടായിരുന്നു, നോമ്പ് മുറിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഹജ്ജിന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, മത്താഫിലും മസ്ഐലും ഉണ്ടായിരുന്നു, എല്ലാ നന്മകളിലും നിങ്ങളോടൊപ്പം അയാൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധത്തിൽ ഏതോ ഒരു തിന്മ ചെയ്തയാളും നരകത്തിലാ. അതുകൊണ്ട് ഇദ്ഹബൂ ലിന്നാ, നിങ്ങൾ നരകത്തിലേക്ക് ചെല്ലുക. വഅഖ്രിജൂ, എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഈമാൻ, അണുമണി തൂക്ക ഈമാൻ ഹൃദയത്തിലുള്ള സഹോദരങ്ങളെ, ഒരു 0.0% ഈമാൻ ഹൃദയാന്തരാളത്തിലുള്ള മോമിനായ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുവരുവോ എന്നാരോടാ പറയുന്നത്? നന്മയുടെ കൂട്ടുകാരായ ഒരു സംഘം ആളുകളോട് സ്വർഗത്തിൽ വെച്ച് നരകത്തിൽ ആപതിച്ചു പോയ നന്മയുടെ കൂട്ടുകാരിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം തന്നിരിക്കുന്നു എന്നല്ലാഹു ആ കൂട്ടുകാരോട് പറയുമെന്ന് ലോകത്തിന്റെ ജേതാവ്, ലോകത്തിന്റെ നേതാവ്, നബിയുൽ ഹറമൈനി ഇമാമുൽ ഖിബ്ലതൈനി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഹോദരങ്ങളെ, നന്മയിൽ ഒറ്റക്കെട്ടായി നിന്നാൽ, നല്ല വിഷയത്തിൽ ഒരുമിച്ച് നിന്നാൽ, സൗഹൃദം എന്ന് പറയുന്നത് പടച്ചവന് വേണ്ടിയാകണം, അള്ളാഹിന് വേണ്ടിയായാൽ ആ സൗഹൃദം പണത്തിന്റെ പേരിലാകാൻ പാടില്ല. നന്മയുടെ വിഷയത്തിലായാൽ, സുഹൃതങ്ങളുടെ വിഷയത്തിലായാൽ നല്ല സൗഹൃദമാണോ, നന്മയുടെ കൂട്ടുകാരാണോ, നന്മയുടെ സഹോദരിമാരാണോ, നിങ്ങളിൽ ഒരാൾ ജീവിതത്തിൽ എവിടെയെങ്കിലും താളം പഴച്ചു പോയി അള്ളാന്റെ നരകത്തിലേക്ക് ആപതിച്ചു പോയാൽ ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാ ബാക്കിയുള്ള നന്മയുടെ കൂട്ടുകാർക്ക് അവസരം കൊടുക്കുകയാ. ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, ഇവിടെ ഒരു അപകടം പറ്റിപ്പോയാൽ, ഇവിടെ സംഘടിതമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു സംഘം ഇങ്ങനെ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൽ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്ന ആശുപത്രിയിലാണെന്നറിഞ്ഞാൽ ഓടിപ്പടച്ച് നമ്മൾ അവിടെ എത്തൂലേ? എന്നിട്ട് ബ്ലഡ് വേണോ, നമ്മൾ ബ്ലഡ് കൊടുക്കും. എന്താണോ വേണ്ടത് നമ്മൾ അവർക്കത് കൊടുക്കുമല്ലോ. എന്നാൽ ഭൗതിക ലോകത്ത് നമ്മൾ ഓടിച്ചാടി എത്തുന്നത് പോലെ അല്ല, അതിനേക്കാൾ ആവേശത്തോട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ വെന്തിരിയുന്ന നന്മയുടെ കൂട്ടുകാരിൽ ഒരാളെ ഓടിച്ചെന്ന് കൈപിടിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാ. നന്മയുടെ കൂട്ടുകാർക്ക്, നന്മയുടെ സഹോദരിമാർക്ക് അല്ലാഹ് അവസരം കൊടുക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല കൂട്ടുകാരൻ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ കൂട്ടത്തിൽ നിൽക്കണം, ഒറ്റയ്ക്ക് പോകരുത്. ലോകത്ത് നാശം ഉണ്ടാക്കുന്ന ആന ഏതാ? ഒറ്റയ്ക്ക് പോകുന്ന ആന അല്ലേ? കൂട്ടത്തിൽ വരുന്ന ആനകൾ ശല്യമില്ല. ഒറ്റയ്ക്ക് പോകുന്ന ആനയാണ് നശിപ്പിക്കുന്നതെല്ലാം. ഏതിനെയും നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതിനെ ഭയപ്പെടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതവസ്ഥയിലും നമ്മൾ കൂട്ടായി നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കൃത്യമായി ജമാഅത്തിന് പള്ളി പോകുന്നവരാണ്. എന്നിട്ട് ഉസ്താദിനെ കണ്ട് സലാം പറയും, ആളുകളോട് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. നേരെ നമ്മൾ വീട്ടിലേക്ക് വരുന്നു, അസ്വറിന് വീണ്ടും പോയി. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പാലിക്കുന്നതെങ്കിൽ, നമ്മളങ്ങ് മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പായാൽ, കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ മഹല്ല് ഖത്തീബ് അല്ലെങ്കിൽ പള്ളിയിൽ സ്ഥിരമായി നിസ്കാരത്തിന് വരുന്ന ആളുകൾ പറയും, 2-3 ദിവസം കൊണ്ട് മറ്റേ അദ്ദേഹത്തെ കാണാനില്ലല്ലോ. അപ്പോഴാണ് പറയുന്നത് അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടപ്പിലാണ്. അങ്ങനെയാണ് ഒരാളെ അന്വേഷിക്കുന്നത്. എന്നാൽ സ്ഥിരം പള്ളിയിൽ വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തിരക്കില്ല, അയാളെപ്പറ്റി ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം അയാൾ പൊതുവെ പള്ളിയിൽ വരാറില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? 5 നേരം പള്ളിയിൽ നിസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തുമായി വരുന്ന ഒരാള്
ഒരു വക്കത്ത് വന്നില്ലെങ്കിൽ അന്വേഷിക്കില്ല, 2 വക്കത്ത് വന്നില്ലെങ്കിൽ പരസ്പരം ചോദിക്കും, അദ്ദേഹത്തെ കാണാനില്ലല്ലോ. 3-ാമത്തെ വക്കത്ത് വന്നില്ലെങ്കിൽ വീട്ടിൽ അന്വേഷിച്ചു വരും. ഇയാള് സ്ഥിരമായി പള്ളിയിൽ വരാത്ത ഒരാളാണെങ്കിലോ അയാൾ മരിച്ചാൽ പോലും അറിയില്ല, അയാൾക്ക് സുഖമില്ലെങ്കിൽ അറിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരക്കുന്നതാണെങ്കിൽ നാളെ ആഖിറത്തിൽ ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് യസൂമൂന മഅനാ വയുസല്ലൂന മഅനാ, ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിസ്കരിച്ചവരാൻ, ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നോമ്പ് പിടിച്ചവരാൻ, അവരെ കാണാനില്ലല്ലോ. അല്ലാഹ് പറയാണ് ജീവിതത്തിൽ എവിടെയോ അവർക്ക് താളം തെറ്റിപ്പോയി, അവരിപ്പോ നരകത്തിലാണ്. നിങ്ങൾ ചെല്ല്, വിഷമിക്കണ്ട. നിങ്ങൾ നന്മയുടെ കൂട്ടുകാരല്ലേ, നിങ്ങളുടെ നന്മയുടെ സഹോദരിമാരല്ലേ, നിങ്ങൾ നല്ല സൗഹൃദമായിരുന്നല്ലോ. അതുകൊണ്ട് ചെല്ല്, നിങ്ങൾ അവരിൽ അണുമണി തൂക്കമെങ്കിലും, അഥവാ ഒരു ഡോട്ട്, ഒരു കറുത്ത ഒരു ചെറിയ ഒരു കുത്ത്, അതെങ്കിലും ഈമാൻ ഹൃദയത്തിലുള്ള ആ കൂട്ടുകാരൻ നിങ്ങൾ ഇഞ്ഞു കൊണ്ടുവന്നോ സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ ഭാഗ്യം തരട്ടെ നമുക്ക്. അതുകൊണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്തക്സിറൂ മിനൽ അസ്തിഖാഇൽ മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ അധികരിപ്പിച്ചോ. എവിടെ ചങ്ങാതിമാരുണ്ടോ, എവിടെ കൂട്ടുകാരുണ്ടോ, നിങ്ങൾ ഓടിച്ചെന്നവരുമാകട്ടെ ചങ്ങാത്തത്തിലാകണേ. എന്തുകൊണ്ടാണ്? ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഒന്നുമല്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുമല്ലോ ശഫാഅത്തിലൂടെ. ഒന്നുമല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളെ ശഫാഅത്തിലൂടെ രക്ഷപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ എത്ര നിങ്ങൾക്ക് കിട്ടുമോ അത്രയും നിങ്ങൾ ചങ്ങാത്തം കൂടണമെന്ന് മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ നമ്മൾ കൂട്ടുകൂടണം. എന്താ പറഞ്ഞത്? ഇസ്തക്സിറു മിനൽ അസ്ദിഖാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ കൂട്ടുകാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അധികരിപ്പിക്കേണ്ടത്. നല്ല ചങ്ങാത്തം, നല്ല സൗഹൃദം. ഒരു വാപ്പ, ഒരു ഉമ്മ, മക്കൾ, ലോകത്തുള്ള എല്ലാവരും കുല്ലുക്കും മിൻ ബനി ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാ, എല്ലാവരും ആദമിന്റെ മക്കളാണെന്ന് പറയുന്ന ഖുർആൻ മുഅ്മിനീങ്ങളെ മാത്രമേ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ മാത്രമേ സഹോദരങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇല്ലേ? അല്ലേ? ഖുർആനിൽ അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാവരും ഹവ്വായുടെ മക്കളാണ്. ഇവിടത്തെ മുസ്ലിമും അമുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ആദമിന്റെ മക്കളാണ്. അപ്പൊ ഒരു വാപ്പാടെ മക്കളല്ലേ, ഒരു ഉമ്മാടെ മക്കളല്ലേ, ഒരേ രക്തമല്ലേ, എല്ലാരും മണ്ണുകൊണ്ട് പടയ്ക്കപ്പെട്ടതല്ലേ. പക്ഷെ അതില് സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് ആരെ പറ്റിയേ ഉള്ളൂ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ മാത്രമേ സഹോദരങ്ങളുള്ളൂ. അതുകൊണ്ട് ഇസ്തക്സിറു മിനൽ അസ്ദിഖാഇൽ മുഅ്മിനീൻ, കിട്ടുന്ന മുഅ്മിനീങ്ങളെയൊക്കെ കൂട്ടുകാരാക്കിക്കോ. നമുക്ക് പ്രഭാഷണ മേഖലയിലുള്ള ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ചെന്നറിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കേരളത്തിലും കർണാടകത്തിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരൊറ്റ ഫാത്തിഹയെങ്കിലും ഓതി ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അല്ലാതെ നിങ്ങൾ എന്ത് തന്നാൽ ഞങ്ങൾക്ക് മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നാൽ ഞങ്ങൾക്ക് തികയും, അല്ലെങ്കിൽ എന്ത് തന്നാൽ ഒരു മനുഷ്യനെ വയറ് നിറപ്പിക്കാൻ കഴിയും, ഇതൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ദുആ, നാളെ പരലോകത്ത് ഉസ്താദെ ഞാൻ കള്ളുകുടി നിർത്തിയത് നിങ്ങളുടെ വഴല് കേട്ടിട്ടാ, ഞാൻ കഞ്ചാവിനടിമയായിരുന്നു മാറിയത് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാ, ഞങ്ങളുടെ പള്ളിയിൽ നിങ്ങളെ പ്രസംഗം കൊണ്ടാണ് മദ്രസ കെട്ടിടം നിർമ്മിച്ചത്, നിങ്ങളുടെ പ്രസംഗം കൊണ്ടാണ് പുലരുന്നത് വരെ തൊണ്ട പൊട്ടിക്കീറി പ്രസംഗിച്ചതിന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അന്ന് പിരിച്ചു കിട്ടിയ പൈസയാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പര ചുംബിയായ ആ മനോഹരമായ മസ്ജിദ് എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്കുണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ തൗഫീഖ്. ആ പള്ളിയിൽ ഇരുന്ന് ഒരാൾ ഒരു സുജൂദ് ചെയ്ത് ഒന്ന് ദുആ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയല്ലേ? ചിന്തിച്ചു നോക്ക്. നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളൊക്കെ നമ്മൾ കളയരുത്, സൗഹൃദങ്ങളെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ്? ആ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ റഫീഖ് സാഹിബിനെ കാണുന്നത്. ഇതിനു മുമ്പ് 7-8 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ പിന്നീട്
എന്റെ നമ്പർ അങ്ങ് മാറി. മൂപ്പരുടെ നമ്പർ എന്റെ കയ്യിലും ഇല്ല. ഇന്ന് ആദ്യമായിട്ടാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത്. എന്നെ അദ്ദേഹം മറന്നിട്ടില്ല, ഞാൻ അദ്ദേഹത്തെയും മറന്നിട്ടില്ല, എന്റെ കൂടെ ഉള്ളവരെയും അദ്ദേഹം മറന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെയും ഞാൻ മറന്നിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഒരു സൗഹൃദം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നാളെ ഹസൻ ബസരി തങ്ങൾ പറയാണ്, ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആരെ കണ്ടാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെയൊക്കെ കണ്ട മൂമിനാണോ അവൻ മറ്റവനാണോ യവനാണോ? ചില ആളുകൾ നമ്മളെ ലൈവ് പോലും വിടാൻ പേടിക്കുകയാണ്. നമ്മുടെ ലൈവ് പോലും വിടാൻ പേടിക്കുന്നു. എന്തേ? ഞങ്ങളൊക്കെ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായത് കൊണ്ടാണോ? അങ്ങനെയാണോ? ബിദഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ അവന്റെ കൊടി നോക്കി, അവന്റെ നിറം നോക്കി, അവന്റെ വർണ്ണം നോക്കി, അവന്റെ ഭാഷ നോക്കി, അവന്റെ ദേശം നോക്കി, അവന്റെ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് അവൻ 916 ആളാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പരിചയപ്പെടേണ്ടത്. മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമയുടെ വക്താവാണോ? നിങ്ങൾ ചെല്ലുക, സലാം പറയുക, ദുആ ഇറക്കണേ, കഴിഞ്ഞു. പേരെന്താ? ഇന്ന സ്ഥലത്താ. പേര് ഇന്ന പേരാ. എവിടെ താമസം? ഇന്ന സ്ഥലത്താ. എന്ത് ചെയ്യുന്നു? ഇന്നത് ചെയ്യുന്നു. ദുആ ചെയ്യണം, മറക്കരുതേ. ഓക്കെ, അൽഹംദുലില്ലാ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു, ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു. ഈ ഒരൊറ്റ വാക്ക് ദുആ ഇറക്കണേന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമസ്കാരം നിർവഹിക്കുമ്പോ ഒക്കെ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വലിമൻ ഔസാന ബിദ്ദുആ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ നീ അനുഗ്രഹം ചൊരിയണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇരുന്നത് നേത്രാവതിയിലാണ്, നമ്മൾ ഇരുന്നത് പരശുറാമിലാണ്, നമ്മൾ ഇരുന്നത് മലബാറിലും മാവേലിയിലുമാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് അയാളുടെ ജീവിത അവസാനം വരെയുള്ള ഒരു ദുആ. ഇത് നിസ്സാരമാണോ? ഇത് നിസ്സാരമാണോ? അതുകൊണ്ട് പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. ഇനി അദ്ദേഹം ആരാ മഹാനെന്നറിയോ? അദ്ദേഹത്തെ പരിചയപ്പെടാനൊന്നും കിട്ടൂല, അദ്ദേഹത്തെ കാണാൻ തന്നെ പറ്റില്ല, അത്രയും വലിയ മഹാനാ. അങ്ങനെ ഒരു മഹാൻ ഒരുത്തനെ ഉള്ളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അല്ലാതെ ഒരു മഹാനും കാണാൻ പറ്റാത്ത മഹാനൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതായനങ്ങൾ മലർക്കെ പിറക്കപ്പെട്ടതായിരുന്നു. ഏത് പാതിരാത്രിയിലും ഏത് പകലിലും കയറി ചെന്ന് നബി തങ്ങളോട് സങ്കടക്കഥകൾ പറയാൻ കഴിയുമായിരുന്നു. അപ്പൊ അതിനേക്കാളും വലിയ മഹാന്മാര് നമ്മുടെ നാട്ടിലുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഇന്നലി സൗരിക്കാലൈക ഹഖ, ഞാൻ മഹാനാണ്, ആരെയും കാണൂല, വേണമെങ്കിൽ ഒരു വിരൽ ഞാൻ ജനാലെ കൂടെ പുറത്തിട്ടിക്കാൻ, തൊട്ടിട്ട് പൊക്കോ എന്ന് പറയുന്നവന് മഹാനല്ലടോ. കാരണം ഇന്നലി സൗരിക്കാലൈക ഹഖ, നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ട് ശ്രദ്ധിക്ക്, ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്, നിന്നെ കാണാൻ വരുന്നവരോട് നിനക്ക് ചില ബാധ്യതയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. ആരെ ഒക്കെ നമുക്ക് കണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മൾ ഇന്ന ആളാണ്, ഒരാളെ കണ്ടിട്ട് അവനെ പരിചയപ്പെടാതെ പിരിഞ്ഞു പോകുന്നത് വലിയ നഷ്ടമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരാളെ കണ്ടു, അയാളെ പരിചയപ്പെടാതെ അയാളുമായി ഇടപഴകി ജീവിച്ചു. എന്നിട്ട് പേരെന്താണ്, നാടെവിടെയാണ്, എന്തിനിവിടെ വന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും ചോദിക്കാതെ പരിചയപ്പെടാതെ പിരിഞ്ഞു പോയാൽ അവന് നഷ്ടപ്പെട്ടു പോയി, നാശമാണ് അവന്റെ കാര്യമെന്നാണ്. അതുകൊണ്ട് ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കറിയോ, മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? നാളെ മഹിശറ വനസഭയിൽ നിങ്ങൾ വരുമ്പോൾ അള്ളാന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കപ്പെട്ടാൽ അവിടെ ഈ പാവം ഇബ്നു ജൗസിയെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇല്ലമ തജിദൂനി ഫിൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ ഫസ്അലു അന്നി, ഞാൻ എവിടെയാണെന്ന് നിങ്ങൾ അവിടെ ഉള്ള ആളുകളോട് ചോദിക്കണേ. അങ്ങനെ നിങ്ങൾ അറിഞ്ഞു ഞാൻ എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നരകത്തിലെങ്ങാനമാണെന്ന് നിങ്ങളോട് പറഞ്ഞ ഫഖൂലു, നിങ്ങൾ പറയണേ യാ റബ്ബനാ അബ്ദുക ഫുലാൻ കാന യദ്കുറുനാ ബിക,
പടച്ചവനെ, നിന്നെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മനുഷ്യനാണ് ഞങ്ങൾ തേടുന്നത് എന്ന് അള്ളാനോടൊന്ന് പറഞ്ഞ് ഈ പാവത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഇബ്നു ജൗസി തങ്ങൾ പറയുകയും കരയുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇബ്നു ജൗസി റഹിമഹുല്ല പറയുകയാണ്, മക്കളെ, നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോ ശിഷ്യഗണങ്ങളോട് പ്രസംഗിക്കുകയാ. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന തിരുത്തി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജനങ്ങളോട്, വിശ്വാസികളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് സ്വദേശത്തും വിദേശത്തും ഇരുന്ന് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗലോകത്തെത്തുമ്പോൾ അവിടെ എങ്ങാനും എന്നെ കണ്ടില്ലെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ പടച്ചവനോട് ചോദിക്കണം, ഫസലു അന്നീ, ഞാൻ എവിടെയാണെന്ന് ചോദിക്കണം. ആ സമയത്ത് പടച്ച തമ്പുരാൻ ഞാൻ നരകത്തിലെങ്ങാനമാണെന്ന് പറഞ്ഞാൽ പടച്ചവനോട് നിങ്ങൾ പറയേണ്ടത്, യാ റബ്ബനാ അബ്ദുക ഫുലാനുൻ കാന യദ്കുറുനാ ബിക, പടച്ചവനെ, നിന്നെപ്പറ്റി, നിന്റെ ഹബീബിനെ പറ്റി, നിന്റെ ഖുർആനെ പറ്റി ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് വഅള് പറഞ്ഞവനാ. അതുകൊണ്ട് ആ മനുഷ്യനെ കൂടി സ്വർഗത്തിൽ കൊണ്ടുവരണേ എന്ന് അള്ളാഹുവിനോട് പറയണേ എന്ന് എനിക്കും നിങ്ങളോട് പറയാനുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഇബ്നു ജൗസി തങ്ങൾ കരഞ്ഞത്. സഹോദരങ്ങളെ, സൗഹൃദമെന്ന് പറയുന്നത് വലിയ അർത്ഥമുള്ളതാണ്, വലിയ പവറുള്ളതാണ്. കാരണം എന്തേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പിഴച്ചു പോയി, നമ്മൾ നരകത്തിന്റെ പ്രവർത്തനം ചെയ്ത്, അതാർക്കും അതിൽ അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? സ്വർഗാവകാശിയായ ഒരു മനുഷ്യന് എല്ലാവരും സ്വർഗത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് അയാള് സ്വർഗത്തിലേക്ക് പോകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത്, സുഹൃതങ്ങൾ ചെയ്ത്, അവസാനം ആ മനുഷ്യന് നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനം ചെയ്ത് അവൻ മരിച്ചുപോയാൽ അവന് നരകത്തിലാണെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് ദാടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കണ്ട, തൊപ്പിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹംഭാവം നടിക്കണ്ട. നമ്മൾ ഇബാദത്തുള്ളവരാണ്, മജ്ലിസുകളിൽ പ്രസംഗിക്കുന്നവരാണ്, മഹാന്മാര് ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അഹങ്കരിക്കണ്ട. കാരണം എന്തേ? അവസാന നിമിഷം ഒരു മിനിറ്റ് നരകത്തിന്റെ പ്രവൃത്തി ചെയ്തു പോയാൽ അവന് നരകത്തിലേക്ക് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് യുദ്ധം ചെയ്ത് വരികയാണ്. ആളുകള്, സഹാബത്ത് പറഞ്ഞു, നബിയെ, ആ മനുഷ്യൻ എന്തൊരു അത്ഭുതമാണ് കാണിക്കുന്നത്, ആ മനുഷ്യന്റെ ചലനം അത്ഭുതമല്ലേ, ആ മനുഷ്യൻ ഇതാ ധീരോദത്തമായ സമരം നടത്തുകയല്ലേ, പോരാടി ശത്രുക്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പോരാട്ട വീതിയിലായി ആ പ്രിയപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ കൊതിയുണ്ട് നബിയെ അയാളെ പോലെ ആകാൻ. നബി തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ അത് കേട്ട് ചിരിച്ചു. രണാങ്കണത്തിലെ പടപൊരുതി ശത്രുക്കളുടെ ഇടയിലേക്ക് കയറി പോകുന്ന ഒരു ധീരയോദ്ധാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാള് ഭാഗ്യവാനാണ്, എന്തൊരു ധൈര്യമാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാ, എന്ത് ചെയ്യാൻ, അയാള് നരകത്തിലല്ലേ. സുബ്ഹാനല്ലാഹ്. സഹാബാക്കൾക്ക് അത്ഭുതമായി. അവര് പിന്നാലെ പോയി ആ മനുഷ്യന്റെ. എന്താ സംഭവിച്ചെന്നറിയോ? ആ മനുഷ്യൻ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് പോരടിച്ചപ്പോൾ ഏതോ ഒരു ശത്രുവിന്റെ വാളിനിരയായി അയാളുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവ് വന്നു. സഹിക്കാൻ പറ്റാത്ത വേദന, അസഹ്യമായ വേദന. അദ്ദേഹം ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്ന് വിജനമായ മരുഭൂമിയുടെ മണലിലേക്ക് അദ്ദേഹത്തിന്റെ വാളിന്റെ പിടി കുത്തിയിറക്കി അഗ്രഭാഗം മുകളിലോട്ട് വെച്ചു. എന്നിട്ട് ഓടിച്ചെന്ന് നെഞ്ച് അതിലേക്ക് കുത്തി വീണ് ആത്മഹത്യ ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറയുന്ന മനുഷ്യൻ ധീരയോദ്ധാവാൻ, പക്ഷേ അയാൾ നരകത്തിന്റെ അവകാശിയല്ലേ. ആർക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ? അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൗഹൃദം കൊണ്ടുള്ള നേട്ടം എന്താ?
ആരെങ്കിലും ഒരാൾ റബ്ബിനോട് പറയും, പടച്ചവനെ ഞാൻ നിസ്കാരം തുടങ്ങിയത് ഇയാളുടെ പ്രസംഗം കേട്ടിട്ടാ, പടച്ചവനെ ഞാൻ 2 മണി, ഞാൻ എനിക്ക് ഹാരിസുമായിട്ട് ഇതിനു മുമ്പ് ഒരു ബന്ധവും ഇല്ല. ഹാരിസ് പറയുന്നു മുമ്പ് എന്നെ വിളിക്കാറുണ്ടായിരുന്നു, പ്രസംഗത്തിന് വിളിച്ചു കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷേ 2-3 ആഴ്ച 1 മാസത്തിന് മുമ്പ് എന്നെ ഹാരിസ് വിളിച്ചു, ഇങ്ങനെ ഒരു ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. നോക്കി ഇല്ല എന്ന് ബോധ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഹാരിസിനെ പരിചയപ്പെട്ടു. ഹാരിസിനെ കാണുന്നത് ഇന്ന് ഞാൻ ഇപ്പൊ ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ആരാ ഹാരിസ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇതാണ് ഹാരിസ് എന്ന്. ഹാരിസിനെ ഞാൻ കാണുകയാണ്. പക്ഷേ ഈ ഹാരിസിന് എന്താ അള്ളാഹു കൊടുത്ത നേട്ടം? ഈ ഹാരിസ് കാരണം ഇത്രയും വിശ്വാസികൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നു. ഞാൻ അള്ളാഹിനെ പറ്റി പറയുന്നു. എത്ര കിലോമീറ്റർ, 350 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്ന് യാത്ര തിരിച്ചാൽ തന്നെ നാളെ 2 മണിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തുക. അപ്പൊ ഈ നിലയിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഞാൻ വന്നു, മലപ്പുറം ജില്ലയിൽ വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നു. നിങ്ങൾ ഇത്രയും വിശ്വാസിനികൾ ഇവിടെ ഒരുമിച്ച് കൂട്ടി, ഇത്രയും പേർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു, ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ ഖുർആനും ഹദീസുകളും പ്രസംഗിക്കുന്നു. ഇതിനൊക്കെ എത്ര പ്രതിഫലമാണ് ഹാരിസിന് കിട്ടുന്നത്? അപ്പൊ ഇതാണൊരു മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന നേട്ടം. അല്ലാതെ വേറെന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു ദുആ അല്ലാഹു നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടും പറയാനുള്ളത്, ഞാൻ മരിച്ചെന്ന് കേൾക്കുമ്പോ എപ്പോഴായാലും നമ്മളെ അറിയാത്തവരുണ്ടാവും, പേരറിയാത്തവരുണ്ടാവൂല. അപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും വാർത്തകളിൽ ഞങ്ങൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഒരു യാസീനോദി ഒരു ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അത് ഞങ്ങളുടെ റൂഹിലേക്ക് കൊണ്ടെത്തിച്ച് ഞങ്ങളുടെ റൂഹിനത് ആനന്ദമായി മാറും. അത്രമാത്രമാണ് ഈ സൗഹൃദം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അല്ലാതെ ഒരുത്തൻ്റെ ഈ കീശയിലെ കാശ് കണ്ടിട്ട് അവൻ കൊള്ളാം, വലിയ മുതലാളിയാണ്, അപ്പൊ അതുകൊണ്ട് അവനോട് കൂടിയാ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരുത്തരോടെയും കൂടരുത്. അങ്ങനെ കൂടുന്നവനെ സൂക്ഷിക്കുകയും വേണം. നമ്മളെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു ദുആ, അത് പ്രതീക്ഷിക്കുക. അല്ലാതെ വേറെ ഒന്നും നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു സൗഹൃദം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഒന്നാമത്തെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ പരസ്പര ശത്രുക്കളാകുന്ന സൗഹൃദം, അത് നമുക്ക് വേണ്ട. പിന്നെന്താ പറഞ്ഞത്? ഇല്ലൽ മുത്തഖീൻ. നാളെ ആഖിറത്തിൽ പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് സൂക്ഷ്മതയോട് ജീവിച്ച ഒരു കൂട്ടുകാരനെ അന്വേഷിച്ചുകൊണ്ട് എനിക്ക് അവനെ കൂടി സ്വർഗത്തിൽ തരൂ എന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്ത്, ഇതും ഖുർആൻ പരിചയപ്പെടുത്തിയ മുത്തഖീങ്ങളിൽ പെട്ടതാണ്. അല്ലാതെ വിരല് കടിച്ചു പോകും. ഞാൻ നേരത്തെ ആമുഖം പറഞ്ഞല്ലോ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം എന്നത് സുഹൃത്ത് മാത്രമേ ഉള്ളൂ. വാപ്പയുമ്മയൊന്നുമല്ല. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തന്നു, നമ്മൾ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ നാളെ വിരല് കടിക്കരുത്. വാപ്പ ഇന്നതായിപ്പോയതിന്റെ പേരിൽ നാളെ വിരല് കടിക്കൂല. ഉമ്മ ഇന്നതായിപ്പോയതിന്റെ പേരിൽ നാളെ ആരും വിരല് കടിക്കൂല. അത് നമ്മളെ ചെയ്ത തെറ്റൊന്നും അല്ലല്ലോ. നമ്മുടെ വാപ്പ അങ്ങനെ ആയിപ്പോയതിന്, ആ വാപ്പാടെ ബീജത്തിൽ പിറന്നതിന് നമ്മൾ കുറ്റക്കാരല്ല. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വളർന്ന് അവര് പ്രസവിച്ചതിന് നമ്മൾ കുറ്റക്കാരല്ല. അതുകൊണ്ട് നാളെ അതിന്റെ പേരിൽ നമ്മൾ വിരല് കടിക്കൂല. പക്ഷേ വിരല് കടിക്കുന്ന ഒരു രംഗമുണ്ട് മുസ്ലിമേ. നാളെ പരലോകത്ത് വിരല് കടിച്ചു പോകുന്ന ഒരു നിമിഷമുണ്ട്. എപ്പോഴെന്നറിയോ? സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഞാൻ ആമുഖമായി ഓതി വെച്ചവരായത്തറിയുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പറയുകയാ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്താണ് ഫുർഖാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നതെന്നറിയോ? ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ കാരണം എന്തെന്നറിയോ? ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിനെ സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചു, ഒരു ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ആരാ വിളിച്ചതെന്നറിയോ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന ധിക്കാരിയായ ആ നാട്ടിലെ ഏറ്റവും വലിയ ശത്രുവായ മനുഷ്യനാണ് വിളിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാവരെ പോലെയും അവിടെ ചെന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ
ഒരാൾ രക്ഷപ്പെട്ടാലോ ഒരവസരം കിട്ടിയത് മുതലാക്കണമല്ലോ. നബി തങ്ങൾ ഉഖബത്ത് ബിൻ അബീ മുഈത്തിനോട് പറഞ്ഞു, ഉഖബ, ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ കഴിക്കൂ, നീ മുസ്ലിമാണെന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കൂ, അല്ലാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉഖബത്ത് ബിൻ മുഈത്ത് ചോദിച്ചു, മുഹമ്മദേ, അല്ലാതെ കഴിക്കൂലേ? ഇല്ല ഉഖബത്ത് ബിൻ മുഈത്തേ, ഞാൻ കഴിക്കണമെങ്കിൽ നീ വിശുദ്ധമായ കലിമ ചൊല്ലി മുസ്ലിമായാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വല്ലതും കഴിക്കുകയുള്ളൂ. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗകന് പറഞ്ഞതുപോലെ അൽ അമീനാണ്, അസ്സാദിഖാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, എല്ലാവർക്കും 100 നാവാണ് നബി തങ്ങളെ പറ്റി പറയാ. അങ്ങനത്തെ ഒരാൾ സദസ്സിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങി പോകുന്നതിലുണ്ടാകുന്ന നാണക്കേട് ഓർത്തുകൊണ്ട് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറഞ്ഞതെന്തെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ, അല്ലാഹുവിന്റെ ഹബീബ് നബിയെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ള വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പോയി. സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഹൃദയമായി ചങ്കായി ഏറ്റവും നല്ല സുഹൃത്തായി ഉണ്ടായിരുന്നത് ഉമയ്യത്ത് ബിൻ ഖലഫാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് കച്ചവട ആവശ്യാർത്ഥം എവിടെയോ പോയിരിക്കുകയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് മക്കയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഉമയ്യത്തെ നീ അറിഞ്ഞില്ലേ? എന്താ അറിയേണ്ടത്? ഉമയ്യത്തെ, നിന്റെ കൂട്ടുകാരൻ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിം ആയിരിക്കുകയാ, മുഹമ്മദിന്റെ മുമ്പിൽ വെച്ച് കലിമ ചൊല്ലിയിട്ട് മുസ്ലിം ആയിരിക്കുകയാ. എന്താ ഈ കേൾക്കുന്നത്? എന്റെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിമായെന്നോ? എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വാള് ഊരി പിടിച്ച് ഓടുകയാ. ഉമയ്യത്ത് ബിൻ ഖലഫ് നേരെ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ മുമ്പിലെത്തുകയാ. എന്നിട്ട് ചോദിച്ചു, ഉഖബ, നീ മുസ്ലിമായോ? അഖദ് സബൗത, നീ മതം മാറിയോ? ചോദിക്കുന്നതിന് മറുപടി പറ. ആ സമയത്ത് ഉഖബ പറഞ്ഞു, ഇല്ല ഉമയ്യ, ഇല്ല, ഞാൻ മുസ്ലിമായിട്ടില്ല. ആളുകൾ പറഞ്ഞല്ലോ, നീ കലിമ പറഞ്ഞതിന് സാക്ഷികളുണ്ടല്ലോ. ആ സമയത്താണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറഞ്ഞത്, ആരാണ് പറഞ്ഞതെങ്കിലും ശരി തന്നെയാണ്, പക്ഷേ ഞാൻ ഹൃദയം കൊണ്ട് മുസ്ലിമായിട്ടില്ല. എന്റെ തീന്മേശയുടെ മുമ്പിൽ നിന്ന്, എന്റെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് മുഹമ്മദിനെ പോലുള്ളവർ നല്ലവൻ ഇറങ്ങിപ്പോകുന്നത്, കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് നാണക്കേടാ, എന്റെ തറവാടിന് നാണക്കേടാ, എനിക്ക് വല്ലാത്ത മാനഹാനിയാ. അതുകൊണ്ടാണ് ഞാൻ അവനെ കഴിക്കാൻ വേണ്ടി കലിമ ചൊല്ലിയത്, അല്ലാതെ മതം മാറിയതല്ലെന്ന് പറഞ്ഞു. കേൾക്കണോ സഹോദരങ്ങളെ? ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, ഇല്ല, ഞാനത് വിശ്വസിക്കൂല. ഉഖബ പറഞ്ഞു, വിശ്വസിക്കണം, ഞാൻ മുസ്ലിം ആകില്ല ഉമയ്യ. എന്താ ഞാൻ വിശ്വസിക്കേണ്ടത്? ആ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, എന്നാൽ ഒരിക്കൽ കൂടി സദ്യ ഉണ്ടാക്കുവോ, എന്നിട്ട് മുഹമ്മദിനെ വിളിക്കുവോ, ആളുകളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദിനെ നാണം കെടുത്തിയിട്ട് മുഹമ്മദിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് നിനക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? ഉഖബ പറഞ്ഞു, ഉമയ്യത്ത് ബിൻ ഖലഫേ, ഞാനത് ചെയ്തോളാ, കാരണം എനിക്ക് നീ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ സാന്നിധ്യത്തിൽ മുസ്തഫായ നബി തങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുമ്പോ റിസാലത്തിന്റെ പൂമേനിയിലേക്ക് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുകയാ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഉഖബത്ത് ബിൻ അബീ മുഈത്തിനെ പോലുള്ള ഒരു വൃത്തികെട്ടവന്റെ തുപ്പുനീര് മുസ്തഫായ നബി തങ്ങളുടെ മുഖത്ത് വീഴുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂമുഖത്തേക്ക് വന്ന തുപ്പലിന് അല്ലാഹു തആല നേരെ ഡൈവേർട്ട് ചെയ്യുകയാ. അതിനെ നേരെ തിരിച്ചു, പ്രിയപ്പെട്ടവരെ, അത് ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ മുഖത്തേക്ക് തന്നെ ചെന്ന് വീണു. ആ മുഖത്തേക്ക് ചെന്ന് വീഴുന്ന ഭാഗത്ത് കരിഞ്ഞു പോയി എന്നാണ്, തീക്കനൽ വീണ് കരിയും പോലെ കരിഞ്ഞു പോയെന്നാണ്. ആ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ വാക്ക്, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ വാക്ക് കേട്ട് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മതം മാറിയില്ല. ഞാൻ എന്റെ മുത്തു നബിയിൽ വിശ്വസിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ മുഖത്തേക്ക് തുപ്പാൻ ശ്രമിച്ച ഈ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പരലോകത്ത് പറയുന്നതെന്തെന്നറിയോ? വയൗമ യഅല്ലാഹു അലാ യദൈ. അന്ന് പരലോകത്ത് ഉഖബ വിരൽ കടിക്കുകയാ. ഇത് പടച്ചവന്റെ വാക്കാ, ഇത് സർവശക്തന്റെ വാക്കാ, ഇത് സർവാധിനാഥന്റെ വാക്കാ. ആ വിരൽ കടിക്കുന്നു
എന്നിട്ടോ യഖൂലു പറയുന്നു യാ ലൈതനി തഖദതു മഅ റസൂലി സബീലാ, അന്ന് റസൂലുള്ളാഹിന്റെ വഴിയെ നടന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. യാ വൈലത്താ യാ വൈലത്താ, എന്റെ നാശമേ നാശമേ, തലയിൽ കൈവച്ച് വിളിക്കുകയാ, എന്റെ നാശമേ. ലൈതനീ ലം നത്തഖിദ് ഫുലാനൻ ഖലീലാ, ഈ ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഞാൻ കൂട്ടുകാരനായി അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഈ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നെന്ന് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പരലോകത്ത് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹ് പറയുമ്പോ, കള്ളുകുടിപ്പിച്ച കൂട്ടുകാരാ, കള്ളുകുടിപ്പിച്ച കൂട്ടുകാരാ, പലിശക്ക് കൂട്ടുന്ന കൂട്ടുകാരാ, കഞ്ചാവ് വാങ്ങി തന്നവനെ, എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയവരെ, ഇന്ന് പരസ്പരം ഭാര്യമാരെ പോലെ കൈമാറുന്ന നാണംകെട്ട ലോകമാ. എത്ര കോവിഡ് എന്നാ പഠിക്കുമടോ, എത്ര പ്രളയം എന്നാ പഠിക്കുമടോ. അള്ളാഹു നിനക്ക് തന്ന ഭാര്യമാരെ പോലെ കൂട്ടിക്കൊടുക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് മനുഷ്യൻ ആപതിക്കുമ്പോ, അതിലും മുസ്ലിം നാമധാരികൾ വരുന്നെന്നറിയുമ്പോ, അതിലും മുസ്ലിം നാമധാരികളായ വിവരം കെട്ടവർ വരുന്നെന്നറിയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയെ പോലെ മറ്റൊരുത്തന് കൂട്ടിക്കൊടുത്തിട്ട് അവന്റെ അടുക്കൽ മറ്റൊരുത്തന്റെ ഭാര്യ അറിവോടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഏത് ലോകത്താണോ നമ്മൾ താമസിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ്. 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികൾ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികൾ പോലും ഇങ്ങനെ ഒരു വൃത്തികെട്ട സംവിധാനം ഒരുക്കിയിട്ടില്ലല്ലോ. എവിടെ പോയി മുസ്ലിമേ? പ്രളയം തന്നില്ലേ നിനക്ക് പടച്ചതമ്പുരാ, കോവിഡ് തന്നില്ലേ, ഡെൽറ്റ തന്നില്ലേ, ഒമിക്രോൺ തന്നില്ലേ. അല്ലാഹനെ ഇനിയും നിങ്ങൾ പരീക്ഷിക്കുകയാണോ? ആ പരീക്ഷണങ്ങളെങ്ങാനും അല്ലാഹു ഈ ലോകത്തേക്ക് ഇറക്കിയാൽ പിടിച്ചു നിർത്താൻ ലോകത്തൊരു സംവിധാനങ്ങൾക്ക് കഴിയില്ല, ഒരു ആരോഗ്യ സംഘടനയ്ക്ക് കഴിയില്ല. ആ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് വൃത്തികെട്ട സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ എന്റെ സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് വിരൽ കടിക്കണം. എന്നിട്ട് പറയും യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ അവനോടൊപ്പം കൂട്ടുകൂടിയതല്ലേ പടച്ചവനെ ഇത്രയും പ്രശ്നമായത്. ചിന്തിക്കും. ഇത് ഖുർആനാണ്, ഇത് ഖുർആനാണ്. വിരൽ കടിക്കും. അതുകൊണ്ട് നല്ലവനെ തെരഞ്ഞെടുത്തോ, ഏറ്റവും നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുത്തോ. അല്ലാത്തതിനെ ഒന്നും നമ്മൾ തെരഞ്ഞെടുക്കരുത്. നാളെ പരലോകത്ത് പറയും, ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നില്ലായിരുന്നെങ്കിൽ, ഉഖബത്ത് ബിൻ അബീ മുഈത്തിനെ തിരുത്തിയില്ലായിരുന്നെങ്കിൽ, ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറയാൻ, ഞാൻ അവനോടൊപ്പം കൂടണ്ടായിരുന്നു, അതാണ് ഇത്രയും പ്രശ്നമായത് എന്ന്. നമ്മളും വിരൽ കടിക്കണോ? നമ്മളും വിരൽ കടിക്കണോ റബ്ബിന്റെ മുമ്പിൽ? അതുകൊണ്ട് നല്ലവരോട് കൂട്ടുകൂടുക.